തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരായ നോട്ടീസുകൾ റദ്ദാക്കി ഹൈക്കോടതി. നിർമ്മാണ വിലയ്ക്ക് 50 മീറ്ററിലേക്ക് ചുരുക്കിയത് കണക്കിലെടുത്താണ് കോടതി നടപടി. ജസ്റ്റിസ് അമിത് റാവലിന്റേതാണ് ഉത്തരവ്. തീരദേശ പരിപാലന നിയമം ലംഘിച്ചെന്നാരോപിച്ച് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളും കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയും നൽകിയ നോട്ടീസുകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. തീരമേഖലയിലെ നിർമ്മാണ നിയന്ത്രണം 200 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി കുറച്ചതടക്കം കണക്കിലെടുത്താണ് കോടതിയുടെ ഉത്തരവ്. പുതിയ നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ചതിന് പുറമെ നിർമ്മാണം പൂർത്തിയായവ അനധികൃതമാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു നോട്ടീസുകൾ. കെട്ടിട നമ്പർ നിഷേധിച്ചതടക്കമുള്ള തീരുമാനം ചോദ്യം ചെയ്തായിരുന്നു ഹർജികൾ. നിർമ്മാണ അനുമതി തേടി നൽകിയിരിക്കുന്ന അപേക്ഷകൾ വീണ്ടും പരിഗണിച്ച് തീരുമാനമെടുക്കാനും ജസ്റ്റിസ് അമിത് റാവൽ ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് 2019 ജനുവരി 18 വിജ്ഞാപന പ്രകാരം ദൂരപരിധി 200-ൽ നിന്ന് 50-ആയി കുറച്ചിട്ടുണ്ട്. സമുദ്രമേഖലയിൽ മാത്രമേ 200 മീറ്റർ ദൂരപരിധി ഉണ്ടാകൂ. ഇത് പ്രകാരമുള്ള തീരപരിപാലന പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ്. തീരമേഖലയിലെ നിർമ്മാണ നിയന്ത്രണം 50 മീറ്ററിനുള്ളിലേക്ക് പരിമിതപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന മാപ്പിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് പുതിയ നിർമ്മിതിക്കായുള്ള അപേക്ഷകളിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജനം, കൊച്ചി.